നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും വ്രണപ്പെടുത്തുകയും ഞാൻ ചെയ്തതെല്ലാം ശരിയെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ അധികകാലം നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല. നിങ്ങളെ വെറുക്കുകയും പുച്ഛിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നവർക്ക് വില നൽകാതിരിക്കുക. നിങ്ങളുടെ വിജയത്തെ തലയിൽ കയറാനും പരാജയത്തെ ഹൃദയത്തിൽ കയറാനും അനുവദിക്കരുത്. രണ്ടും നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കും. എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ. അതിനാൽ നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് മുന്നോട്ട് കുതിക്കുക. സമയം ആർക്കും ഒരുപോലെയായിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ഒരു ദിവസം വന്നു ചേരുക തന്നെ ചെയ്യും. ഒന്നും അധികമാകരുത്. ഒന്നുകിൽ അത് നിങ്ങളുടെ മൂല്യം ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വേദനിക്കേണ്ടി വരും. അത് സ്നേഹമായാലും പ്രണയമായാലും ബന്ധങ്ങളായാലും. പല പ്രാവശ്യം വാക്കുകൾ മാറ്റിപ്പറയുന്നവരിൽ നിന്ന് സ്നേഹം, സത്യം, വിശ്വാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത്. ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി എന്ന് കരുതാതിരിക്കുക. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. എന്നാലേ മനുഷ്യനാകൂ. മറ്റുള്ളവരുടെ വേദനകളിൽ നിങ്ങൾക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശാലമാണ്. സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, തീർച്ചയായും നല്ല സമയവും കടന്നു വരും. ഊതിക്കെടുത്തും തോറും ആളിക്കത്തുന്ന ദീപമാകുക. ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ടാകും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ. മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ മനസ്സ് തുറക്കപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും. സ്നേഹം പവിത്രമായ ജലം പോലെയാണ്. അത് അർഹിക്കുന്നവർക്ക് ആവശ്യമായ അളവിൽ മാത്രം നൽകുക. അല്ലാത്തപക്ഷം അവയൊക്കെയും താഴേക്ക് നിറഞ്ഞൊഴുകി മൂല്യം നഷ്ടപ്പെട്ട് സ്വയം മലിനമാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്തവരുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ സ്നേഹവും കാണില്ല. മറ്റുള്ളവരുടെ ഏത് പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കാൻ നിങ്ങൾ ഓടിച്ചെല്ലും. എന്നിട്ടും നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അനുഭവിച്ചവരാകും പലരും. തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം ലഭിക്കാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക. ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം. തോറ്റുപോയാലും ഒറ്റപ്പെട്ടു പോയാലും ജീവിക്കണം. തകർന്നു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും ജീവിക്കണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയണം. ഒന്നുകിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. ഓരോ ഹൃദയത്തിലും ആവശ്യത്തിലധികം മുറിവുകളും വേദനകളും ഉണ്ടാകും. പക്ഷേ ആരും ആരെയും ഒന്നും അറിയിക്കില്ലെന്ന് മാത്രം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.